അങ്ങനെ നമ്മുടെ പ്രമോ പുറത്തു വന്നിട്ടുണ്ട്. പ്രമോയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ ഉള്ളത്. പൊട്ടിക്കരയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് പവർ ടീമിനെ തിരഞ്ഞെടുത്ത ആളാരാണ്? ജാസ്മിനാണ്. പവർ ടീമിൽ തിരഞ്ഞെടുത്തത് ജാസ്മിനാണ്. അപ്പോൾ ആ എടുക്കുന്ന സമയത്ത് ഗബ്രീനെയും അതുപോലെ തന്നെ അർജുനെയും അപ്സരേനെയും ആണ് അതിനകത്തേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്, റസ്മിനെയും. അപ്പോൾ റസ്മിൻ ഓൾറെഡി അവിടെ ഇപ്പോൾ ഇല്ല, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ റൂമിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ആകെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അപ്സര എന്ന് പറയുന്ന വ്യക്തി കാരണമാണ് കരയുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം പ്രമോയിൽ അങ്ങനെയാണ് കാണുന്നത്. അപ്സരേനെ എടുത്ത സമയത്ത് തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, എന്തായാലും ഇവിടെ ഒരു അടി നടക്കും. അതിൽ എന്തായാലും ജാസ്മിനെ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജാസ്മിൻ ഉദ്ദേശിച്ച കാര്യം അതായത് താൻ ഉദ്ദേശിച്ച രീതിയിലും താൻ എന്താണോ പറയുന്നത് അത് കേട്ട് നിൽക്കുന്ന ഒരു ടീമിനെയാണ് ജാസ്മിൻ ഉദ്ദേശിച്ചത്. എന്നിട്ടാണ് ആദ്യം ഗബ്രീനെ വിളിച്ചതും പിന്നെ റസ്മിനെ വിളിച്ചതും അത് കഴിഞ്ഞ് അപ്സരേനെയും പിന്നീട് അർജുനെയും വിളിച്ചത്. അപ്പോൾ ഇവരാകുമ്പോൾ എല്ലാം കേട്ട് നിൽക്കും. തനിക്ക് എന്ത് വേണമെങ്കിലും പറയാം, അവരുടെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ പവർ റൂമിൽ രൂപീകരിച്ച ഫസ്റ്റ് തന്നെ മീറ്റിംഗ് ഒക്കെ വിളിച്ച് ഭയങ്കരമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ജാസ്മിൻ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം അത് നേരെ തിരിച്ചടി ആയിരിക്കുകയാണ്. ജാസ്മിൻ്റെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ നല്ല ഉഗ്രം തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. കരഞ്ഞ് വിളിച്ച് ഓടേണ്ട നിലയിലാണ് ഇപ്പം ജാസ്മിൻ നിൽക്കുന്നത്. കാരണം അവർ നല്ല രീതിയിൽ തിരിച്ച് ജാസ്മിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ പറയണതൊന്നും കേൾക്കാറില്ല. പവർ റൂമിന് അല്ലെങ്കിൽ പവർ ടീമിന് ഇപ്പോൾ ജാസ്മിന് പുല്ല് വിലയാണ് കൊടുക്കുന്നത്. പുല്ല് വില എന്ന് പറഞ്ഞാൽ അത്രയും പുല്ല് വില ഒരാളിങ്ങനെ ക്യാപ്റ്റൻ ഉണ്ടെന്നുള്ള രീതിയിൽ പോലും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് തന്നെ ആദ്യം തന്നെ മുട്ടം പണി കൊടുത്ത്. എന്താന്ന് വെച്ചാൽ ഓൾറെഡി ഗബ്രീനെ പവർ ടീമിൽ ഇടാനുള്ള കാരണം തന്നെ അവർക്ക് ഒരുമിച്ച് കിടക്കാം, ഒരുമിച്ച് എല്ലാം പ്ലാൻ ചെയ്യാം എന്നുള്ളൊരു മൈൻഡോട് കൂടി ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഓൺ ദ സ്പോട്ടിൽ പവർ ടീമിനെ സെലക്ട് ചെയ്ത് ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ ഒരു പണി പറ്റിച്ചു. എന്താന്ന് വെച്ചാൽ ക്യാപ്റ്റന് പവർ ടീമിൻ്റെ കൂടെ കിടക്കാൻ പറ്റില്ല, പവർ ടീം ഒഴിച്ച് ബാക്കി പുറത്ത് ഏത് റൂമിൽ വേണമെങ്കിലും കിടക്കാം എന്നുള്ളൊരു അങ്ങ് പ്രഖ്യാപിച്ചു. അപ്പം അത് കേട്ടപ്പോഴത്തേക്കും മൊത്തം അങ്ങ് കിളിപോയി. അത് കേട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാലും കിളിപോയ ആൾക്കാരാണ് ഗബ്രിയും. അത് കഴിഞ്ഞിതാ വീണ്ടും പ്രമോ വന്നിരിക്കുന്നതിൽ മുട്ട പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവരെല്ലാം അതായത് അപ്സര നല്ല രീതിയിൽ തിരിച്ചടിച്ച് പറയുവാണ് ജാസ്മിനെതിരെ ഓരോരോ കാര്യങ്ങളും പറയുന്നുണ്ട്, നല്ല രീതിയിൽ പറയുന്നുണ്ട്. അപ്സരേൻ്റെ സ്വഭാവം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്സര പറയേണ്ടടുത്ത് നല്ല രീതിയിൽ പറഞ്ഞിട്ടാണ് കളിക്കുന്നത്. ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം വന്ന ഒരാളാണ് അപ്സര. അത് ഒരിക്കലും എന്താ പറയുക മനസ്സിലാക്കിയിട്ടില്ല ആര്? ജാസ്മിൻ എന്ത് ചെയ്തു? ഞാൻ പറയുന്ന എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ അപ്സരേനെ കണ്ടു. ആദ്യം പവർ ടീമിലേക്ക് എടുത്ത നിമിഷം ഭയങ്കര കെട്ടിപ്പിടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്സര അത്രയും ഉള്ളിൽ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ടാണ് അതൊക്കെ കാണിച്ചത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ടേക്ക് നമ്മൾ കാണുന്നത് നേരെ തിരിച്ചിട്ടാണ്. അവർക്ക് പുല്ല് വിലയേ ഉള്ളൂ. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പൊ കിടക്കാൻ പോലും ഒരു സ്ഥലമില്ല. എല്ലാവരുടെ അടുത്തും പോയി ഇരന്നിട്ട് ഞാനിവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് അവിടെ പോയി കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം ജാസ്മിൻ്റെത്. അതിൽ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.